ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷരതയുടെ കാര്യത്തിൽ മുമ്പ് നിൽക്കുന്ന മറ്റുള്ള പല ആളുകളും, വിദേശികളടക്കമുള്ള ആളുകൾ വാനോളം പുകഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം, സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരളം ആത്മഹത്യയുടെ പരമ്പരയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികപരമായി, രാഷ്ട്രീയപരമായി, മറ്റെല്ലാ നിലകളിലും വളരെ മുൻപോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ പോലും പ്രേമനൈരാശ്യം കൊണ്ട് കാമുകന്മാർ തലയിലൂടെ പെട്രോളടിച്ച് തീ കൊളുത്തി ജീവിതം നശിപ്പിക്കുന്നു. ഏതെങ്കിലും ട്രെയിലർ ട്രാക്കുകളിലോ പുഴയിലോ ചാടി ജീവിതം അവസാനിപ്പിക്കുന്നു. അല്പം കയറിലോ വിഷക്കുപ്പിയിലോ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇതിനെല്ലാം അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ ലഹരിയും മദ്യപാനവും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈശാചികമായ പ്രവൃത്തിയുമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന് സമാധാനം തരുവാൻ ഈ ലോകത്തിൻ്റെതായ ഒരു ലഹരിക്കോ, ഈ ലോകത്തിന്റെ പണത്തിനോ, ഈ ലോകത്തിന്റെ പ്രതാപങ്ങൾക്കോ കഴിയുകയില്ലാതൊരു സത്യം നാം തിരിച്ചറിയണം. മനുഷ്യനെ പറ്റി ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. മനുഷ്യന്റെ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന് അഹങ്കരിക്കുവാൻ വകയൊന്നുമില്ല. കാരണം വചനം ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും തന്റെ ഇടം കൊണ്ടുമൊക്കെ അനേക കാര്യങ്ങൾ മനുഷ്യന് ചെയ്തെടുക്കാം. പക്ഷേ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യന് അഹങ്കരിക്കുവാൻ ഒന്നും വകയില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയണം. പാർക്കുവാൻ നല്ലൊരു വീടും സഞ്ചരിക്കുവാൻ നല്ലൊരു വാഹനവും ആവശ്യത്തിലധികമായ ബാങ്ക് ബാലൻസും ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം. എന്നാൽ മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത്